ഈ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളോട് തന്നെ ദേഷ്യം തോന്നും. ഒരുപാട് ഫേമസും വെൽ റെസ്പെക്ടഡ് ആയിട്ടുള്ള ആൾക്കാർ പറയുന്നത് ഈ ലോകത്തിലെ ഏറ്റവും ഡേഞ്ചറസ് ആയിട്ടുള്ള സ്പീഷീസ് ഹ്യൂമൻസ് ആണെന്നാണ്. ഈ വാചകം ഞാൻ സ്കൂളിൽ വെച്ച് പലപ്പോഴായിട്ടും കേട്ടിട്ടുണ്ട്. പക്ഷെ അത് എന്തുകൊണ്ടാണ് എന്നുള്ളത് നിങ്ങൾക്ക് ഈ വീഡിയോ കണ്ടാൽ മനസ്സിലാവും. ഏകദേശം ഒരു 300 വർഷങ്ങൾക്ക് മുമ്പ്, അതായത് ഒരു 1700കളിൽ നമ്മുടെ ലോകം വളരെയധികം നാച്ചുറലി ഡൈവേഴ്സ് ആയിരുന്നു. ഈ നാച്ചുറൽ ഡൈവേഴ്സിറ്റിയുടെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്രീച്ചർ ഈ വർഷം വരെ വളരെ മനോഹരമായിട്ട് ജീവിച്ചു വരുന്ന ഒരു ക്രീച്ചർ ആയിരുന്നു. ഇത് ഈ ലോകത്തിലെ ഏറ്റവും അണ്ടർ റേറ്റഡ് ആയിട്ടുള്ള സ്പീഷീസ് ആണ്. നമുക്ക് മാർസിലെ ഒരു കല്ലിന്റെ മെറ്റീരിയലിസ്റ്റിക് കോമ്പോസിഷൻ അടക്കം അറിയാൻ കഴിയുന്നുണ്ട്. പക്ഷേ ഈ സ്പീഷീസിനെ പറ്റി നമുക്ക് ഇതുവരെ അധികം ഒന്നും അറിയില്ല. ഈ സ്പീഷീസ് വിചാരിച്ചാൽ നമ്മുടെ ലോകത്തിലെ ക്ലൈമറ്റ് മുഴുവനും ചേഞ്ച് ചെയ്യാൻ പറ്റും. അത്രയ്ക്ക് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു സ്പീഷീസ് ആണ് സ്പേം വെയിൽ എന്ന് പറയുന്നത്. ഈ ലോകത്തിലെ ഏറ്റവും വയലന്റ് ആയിട്ടുള്ള പ്രിഡേറ്റർ പ്രേ അറ്റാക്ക് സംഭവിക്കുന്നത് ഈ ഒരു സ്പീഷീസിനാണ്. നിങ്ങളിപ്പോ കേൾക്കാൻ പോകുന്നത് ഈ ജീവി ഉണ്ടാക്കുന്ന ശബ്ദമാണ്. ഇത് കേൾക്കുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഇതിനിപ്പോ ഇത്ര വലിയ അത്ഭുതം എന്തായിരിക്കുന്നത് എന്നുള്ളത്. പക്ഷേ ഈ ലോകത്തിലെ ഏറ്റവും കോംപ്ലക്സ് ആയിട്ടുള്ള ഒരു ലാംഗ്വേജ് ആണ് നിങ്ങളിപ്പോ കേട്ടത്. ഒരുപക്ഷെ മനുഷ്യർ തമ്മിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ലാംഗ്വേജസിനേക്കാൾ ഒരുപാട് കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു ലാംഗ്വേജ് സിസ്റ്റം ആണ് നിങ്ങളിപ്പോ കേട്ടത്. ഏകദേശം ഒരു മോർസ് കോഡിനോട് സിമിലർ ആയിട്ടുള്ള ഒരു ലാംഗ്വേജ് സിസ്റ്റം ആണ് നിങ്ങളിപ്പോ കേൾക്കാൻ പോകുന്നത്. ഇപ്പൊ മോർസ് കോഡ് എന്ന് പറയുന്നത് ഒരു സീരീസ് ഓഫ് ക്ലിക്കുകളാണ്. അതായത് ഇപ്പൊ 2 ക്ലിക്ക് എന്ന് പറയുന്നത് ചിലപ്പോൾ എ എന്ന് പറയുന്ന ഒരു ആൽഫബറ്റ് ആയിരിക്കും. ഇപ്പൊ 3 ക്ലിക്ക് എന്ന് പറയുന്നത് ബി എന്നുള്ള ഒരു ആൽഫബറ്റ് ആയിരിക്കും. അപ്പോൾ ആ ക്ലിക്കുകളുടെ ഒരു കോമ്പിനേഷൻ ആണ് ശരിക്കും മോർസ് കോഡ് എന്ന് പറയുന്നത്. 3-1-2 എന്ന് പറയുന്ന ക്ലിക്കിംഗ് പാറ്റേൺ നിങ്ങൾക്ക് ഇപ്പൊ കേൾക്കാൻ പറ്റും. എന്നാൽ 1-1-3 എന്ന് പറയുന്ന ക്ലിക്കിംഗ് പാറ്റേൺ ആണ് നിങ്ങളിപ്പോ കേൾക്കാൻ പോകുന്നത്. ഇത് എന്താണ് ഇവർ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതെന്നോ ഇത് എന്തിനു വേണ്ടിയിട്ടാണ് ഇവർ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതെന്നോ എന്നുള്ള ഒരു കാര്യത്തിനെ പറ്റി ഇതുവരെ നമുക്ക് യാതൊരു ഐഡിയ ഇല്ല. ഇത്രയും വർഷങ്ങൾ കൊണ്ട് ഒരുപാട് സയന്റിസ്റ്റുമാർ ലക്ഷക്കണക്കിന് ഇതേപോലുള്ള മോർസ് കോഡുകൾ കളക്ട് ചെയ്തിട്ടുണ്ട്. അതായത് ഈ ഒരു സംഭവം കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ആ ഒരു സൗണ്ട് കളക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൽ നിന്നൊക്കെ അവർക്ക് മനസ്സിലാക്കാൻ പറ്റിയിട്ടുള്ള ഒരു കാര്യം എന്താ വെച്ചാൽ ഇവർക്ക് റീജിയണൽ ആയിട്ടുള്ള ഒരു ലാംഗ്വേജ് സിസ്റ്റം പോലത്തെ ഒരു സംഭവമുണ്ട്. ഇപ്പോൾ ഇവിടെ ഞാൻ മലയാളം പറയുന്നു, ഇപ്പോൾ വേറെ സ്ഥലത്ത് ഇംഗ്ലീഷ് ആയിരിക്കും, വേറെ സ്ഥലത്ത് ഹിന്ദി ആയിരിക്കും. അത് പല തരത്തിലുള്ള ഒരു ലാംഗ്വേജ് അല്ലേ. അതുപോലെ തന്നെ ഒരു ഗ്രൂപ്പ് ഓഫ് ഈ പറഞ്ഞ സ്പേം വെയിൽ ഉണ്ടെന്ന് വിചാരിക്കുക. അവർ സംസാരിക്കുന്ന രീതിയും വേറൊരു ഗ്രൂപ്പ് സംസാരിക്കുന്ന രീതിയും തമ്മിൽ എൻറ്റയർലി ഡിഫറെന്റ് ആയിരിക്കും. അവരുടെ ഒരു ലാംഗ്വേജ് സിസ്റ്റം തന്നെ ഡിഫറെന്റ് ആണ്. കാരണം ഈ കോഡുകൾ അവർ അനലൈസ് ചെയ്യുമ്പോൾ ഇതായിട്ട് യാതൊരു ബന്ധമില്ലാത്തൊരു കോഡാണ് അവിടെ ഇങ്ങനെ പറയുന്നത്. അതായത് ഈ ലോകത്തിലെ ഏറ്റവും കോംപ്ലക്സ് ആയിട്ടുള്ള ഒരു ലാംഗ്വേജ് സിസ്റ്റമാണ് ശരിക്കും ഇത്. 2025 പോലും ഇവരുടെ ഈ ഒരു കമ്മ്യൂണിക്കേഷൻ നമുക്ക് ഡീകോഡ് ചെയ്യാൻ പറ്റിയിട്ടില്ല. പക്ഷെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഉപയോഗിച്ച് ഈ ഒരു സംഭവത്തെ അനലൈസ് ചെയ്തിട്ട് ഇപ്പൊ ലക്ഷക്കണക്കിന് ഇതേപോലുള്ള വോയിസ് റെക്കോർഡിങ്സ് ഉള്ളത് കൊണ്ട് തന്നെ ഇത് അനലൈസ് ചെയ്തിട്ട് ഇവരെന്താണ് പറയുന്നതെന്ന് മനസ്സിലാക്കാൻ കഴിയും എന്ന പ്രതീക്ഷയിലാണ് സയന്റിസ്റ്റുമാർ എല്ലാവരും ഇരിക്കുന്നത്. കാരണം ഈ ഒരു ജീവിയുടെ ബ്രെയിനിന്റെ സൈസ് എന്ന് പറയുന്നത് മനുഷ്യരുടെ ബ്രെയിനിന്റെ സൈസിനെക്കാളും 6 മടങ്ങ് വലുതാണ്. അതോടൊപ്പം തന്നെ ഹ്യൂമൻ ബ്രെയിനിന്റെ ന്യൂറൽ സ്ട്രക്ചറും സ്പേം വെയിലിന്റെ ബ്രെയിനിന്റെ ന്യൂറൽ സ്ട്രക്ചറും ഏകദേശം വളരെ സിമിലർ ആണ്. നമുക്ക് തോന്നുന്ന ഫീലിംഗ്സ് എല്ലാം ഈ ഒരു ആനിമലിലും തോന്നാമെന്നാണ് സയന്റിസ്റ്റുമാർ പറയുന്നത്. സ്നേഹമായിക്കോട്ടെ, ഫാമിലി റിലേഷൻഷിപ്സ് ആയിക്കോട്ടെ, കമ്മ്യൂണിക്കേഷൻ ആയിക്കോട്ടെ, അങ്ങനെ എല്ലാ തരത്തിലുള്ള ഫീലിംഗ്സും ഈ ഒരു സംഭവത്തിനും തോന്നാം. പക്ഷേ ഇവിടുത്തെ ഒരു കുഴപ്പം എന്താ വെച്ചാൽ മനുഷ്യര് ഭൂമിയിലേക്ക് വരുന്നതിന് ഒരു 1.5 കോടി വർഷങ്ങൾക്ക് മുന്നേ ജീവിച്ചു തുടങ്ങിയ ഒരു സ്പീഷീസ് ആണ് സ്പേം വെയിൽ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു സ്പീഷീസിന്റെ ന്യൂറൽ സിസ്റ്റം നമ്മളെക്കാൾ കൂടുതൽ അല്ലെങ്കിൽ നമ്മുടെ അത്രയും അഡ്വാൻസ്ഡ് ആവാനുള്ള സാധ്യതയുണ്ട്. അതിന്റെ അർത്ഥം വേറൊന്നല്ല, ഭൂമിയിൽ മനുഷ്യർക്ക് മാത്രമേ ഇന്റലിജൻസ് ഉള്ളൂ, മനുഷ്യർക്ക് മാത്രമേ ഫീലിംഗ്സ് ഉള്ളൂ എന്നുള്ള ഒരു തിങ്കിങ് ഉണ്ടല്ലോ, അത് ശരിക്കും തെറ്റാവാനുള്ള സാധ്യതയെ പറ്റിയാണ് ഇവിടെ പറയുന്നത്. സ്പേം വെയിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന സൗണ്ട് ഞാൻ നേരത്തെ കേൾപ്പിച്ചായിരുന്നു. ഇത് സാധാരണ ഒരു ഇതേപോലത്തെ ക്ലിക്കിംഗ് അല്ല. ഏകദേശം 230 ഡെസിബിൾസ് ഉള്ള ഒരു വളരെ ലൗഡ് ആയിട്ടുള്ള ഒരു ക്ലിക്കിംഗ് ആണ് ഇത്. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒരു കാറിന്റെ ഹോൺ എന്ന് പറയുന്നത് ഏകദേശം 80 ഡെസിബിൾസ് ആണ്. ഈ 230 ഡെസിബിൾ എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് ഇമാജിൻ ചെയ്യാൻ പോലും പറ്റില്ല. ഒരു ട്രെയിനിന്റെ ഹോൺ എന്നൊക്കെ പറയുന്നത് 140 എന്തോ ഡെസിബിൾസ് മാത്രമാണ്. അതുകൊണ്ട് തന്നെ സ്പേം വെയിലിന്റെ അടുത്തൂടെ ഒരാൾ ഡൈവ് ചെയ്ത് പോകാന്ന് വിചാരിക്കുക. ആ സമയത്ത് ഈ ഒരു സംഭവം ഇതേപോലുള്ള ഒരു സൗണ്ട് ഉണ്ടാക്കിയെന്ന് വിചാരിക്കുക. ആ സൗണ്ട് ആ ഡൈവറിന്റെ മേത്തൂടെ കയറി പോകുന്ന പോലെ ആയിരിക്കും നമുക്ക് തോന്നുക. അതായത് നമ്മുടെ ശരീരത്തിലുള്ള എല്ലാ മസിലും ഇങ്ങനെ വൈബ്രേറ്റ് ചെയ്യുന്നത്. ഒരു വലിയൊരു സബ് വൂഫറിനെ എടുത്തേക്കുമ്പോൾ നമുക്ക് ആ ഒരു ഇത് കിട്ടില്ലേ, ഒരു റേഡിയേഷൻ കിട്ടില്ലേ, അതേപോലത്തെ ഒരു എഫക്റ്റ് ആയിരിക്കും ഇതുണ്ടാവുന്നത്. അതും വളരെ ഇന്റൻസ് ആയിട്ടുള്ള ഒരു സംഭവം ആയിരിക്കും നമുക്ക് ഇവിടെ കിട്ടുന്നത്.
അതുമാത്രമല്ല ഇവർ പ്രൊഡ്യൂസ് ചെയ്യുന്ന സൗണ്ട് കടലിലൂടെ കിലോമീറ്ററോളം സഞ്ചരിക്കും. അപ്പോൾ ഇത്ര അധികം ലൗഡ് ആയിട്ടുള്ള സൗണ്ട് ഉണ്ടാക്കുന്ന ഒരു സ്പീഷീസ് ആണ് ഇതെന്ന് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി ഞാനൊരു കാര്യം പറയാം. നിങ്ങൾ കടലിൽ ചുമ്മാ ഇങ്ങനെ കിടക്കാന്ന് വിചാരിക്കും, ചുമ്മാ ഇങ്ങനെ സസ്പെൻഡ് ചെയ്ത് ഇങ്ങനെ കിടക്കാന്ന് വിചാരിക്കാം. പെട്ടെന്നാണ് എവിടെന്നോ അടിയിൽ നിന്ന് ഈ ഒരു സ്പേം വെയിൽ നിങ്ങളുടെ അടുത്തേക്ക് ഇങ്ങനെ വരുന്നത്. ഇത്രയും വലിയൊരു ജീവിക്ക് ഈ സിറ്റുവേഷൻ നിങ്ങൾ സുഖമായിട്ട് ഭക്ഷിക്കാം, പല രീതിയിൽ നിങ്ങൾ ഉപദ്രവിക്കാം. പക്ഷേ ഈ ഒരു ജീവി അങ്ങനെ ഒന്നും ചെയ്യില്ല. നമുക്ക് ഒട്ടും തന്നെ ഡിസ്റ്റർബിങ് അല്ലാത്ത രീതിയിലുള്ള ചെറിയ ചെറിയ ക്ലിക്കുകൾ മാത്രമാണ് ഈ ഒരു സംഭവം ഉണ്ടാക്കുള്ളൂ. എപ്പോ ഈ ഒരു സംഭവം നമ്മുടെ അടുത്തേക്ക് ഇങ്ങനെ വരുമ്പോൾ. അപ്പോൾ നിങ്ങൾക്ക് ഒരു സംശയം ഉണ്ടായിരിക്കും, ഇത് എന്തുകൊണ്ടാണ് ഇങ്ങനെ ക്ലിക്കിംഗ് പോലത്തെ ഒരു സൗണ്ട് ഇത് ഉണ്ടാക്കുന്നത് എന്നുള്ളത്. ഇത് ശരിക്കും പറഞ്ഞാൽ ഒരു നാച്ചുറൽ സോണാർ സിസ്റ്റം ആണ്. വവ്വാലുകൾ സോണാർ ഉപയോഗിച്ച് ഇരുട്ടത്ത് പ്രേനെ കണ്ടുപിടിക്കുന്ന അതേ സിസ്റ്റം തന്നെയാണ് ഈ ഒരു സംഭവം ഉപയോഗിക്കുന്നത്. പക്ഷേ ഇതിന്റെ ആ ഒരു എഞ്ചിനീയറിംഗ് എന്ന് പറയുന്നത് എൻറ്റയർലി ഡിഫറെന്റ് ആണ്. അതിനെപ്പറ്റി ഞാൻ കുറച്ചു നേരം കഴിഞ്ഞിട്ട് പറഞ്ഞുതരാം. അങ്ങനെ ഈ ചെറിയ ക്ലിക്കിംഗ് സൗണ്ടോടെ പൊങ്ങിക്കിടക്കുന്ന നമ്മളെ ഫുൾ സ്കാൻ ചെയ്യുകയാണ് ശരിക്കും ഇത് ചെയ്യുന്നത്. അതായത് ഒരു തരത്തിലുള്ള ഹാംലെസ് ആയിട്ടുള്ള ഇന്ററാക്ഷൻ ആണ് നിങ്ങളിപ്പോൾ ഇവിടെ കാണുന്നത്. നമ്മളോട് എന്തോ ഇത് പറയാൻ ശ്രമിക്കുന്നുണ്ട്, പക്ഷേ നമുക്കത് മനസ്സിലാക്കാൻ പറ്റുന്നില്ല. ഒരുപാട് നൂറ്റാണ്ടുകളോളം മനുഷ്യർ പല രീതിയിലും ഈ ഒരു സ്പീഷീസിനെ ഉപദ്രവിച്ചിട്ടുണ്ടെങ്കിൽ, ഉപദ്രവം എന്ന് പറയുന്നത് ഈ സ്പീഷീസിനെ ഈ ഭൂമിയിൽ നിന്ന് തുടച്ചില്ലാണ്ടാക്കുന്ന ആ ഒരു അറ്റം വരെ, അതായത് എക്സ്റ്റിങ്ഷന്റെ അറ്റം വരെ എത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത്രയധികമാണ് മനുഷ്യർ ഈ ഒരു സ്പീഷീസിനെ ഉപദ്രവിച്ചത്. അതിന്റെ കഥ ഞാൻ ഇപ്പോൾ പറഞ്ഞുതരാം. അപ്പോൾ എന്നിട്ട് പോലും ഈ സ്പീഷീസ് നമ്മളുമായിട്ട് ഇന്ററാക്ട് ചെയ്യാനും ഒരു പീസ്ഫുൾ കമ്മ്യൂണിക്കേഷന് വേണ്ടിയിട്ടാണ് ശരിക്കും അത് വരുന്നത്. നിങ്ങളിപ്പോൾ ഈ കാണുന്നത് ഈ സ്പേം വെയിലിന്റെ ഉൾഭാഗമാണ്. അപ്പോൾ ഇത് നോക്കിയാൽ തന്നെ നിങ്ങൾക്ക് ഒരു കാര്യം മനസ്സിലാക്കാൻ പറ്റും. ഇതിന്റെ മോൾ ഭാഗത്ത് ഒരു വലിയ ഗുഹ പോലത്തെ ഒരു സ്ഥലമുണ്ട്. അതിന്റെ അകത്ത് ഒരു വെള്ളം പോലത്തെ ഒരു സംഭവം കെട്ടിക്കിടക്കുന്നതായിട്ട് നമുക്ക് ഇവിടെ കാണാൻ പറ്റും. പക്ഷേ ഈ വെള്ളം പോലെ കെട്ടിക്കിടക്കുന്ന ഈ ഒരു സബ്സ്റ്റൻസ് കാരണമാണ് ഈ സ്പീഷീസിന്റെ എക്സ്റ്റിങ്ഷൻ വരെ എത്തിച്ചത്. ഏകദേശം ഒരു 300 വർഷങ്ങൾക്ക് മുമ്പ് 1700കളിൽ നമ്മുടെ ലോകത്തിലെ ഏറ്റവും വാല്യൂബിൾ ആയിട്ടുള്ള ഒരു സബ്സ്റ്റൻസ് ആയിരുന്നു ഇത്. അതെന്തുകൊണ്ടാണെന്ന് നിങ്ങൾക്ക് മനസ്സിലാവണമെങ്കിൽ ഇതിന്റെ ഗുണങ്ങൾ ഞാൻ പറഞ്ഞുതരാം. ഇത് ഒരു തരത്തിലുള്ള ഇന്ധനമായിരുന്നു. എങ്ങനെ? ഈ ഒരു സംഭവം കത്തുകയാണെങ്കിൽ അല്ലെങ്കിൽ കത്തിക്കുകയാണെങ്കിൽ ഇത് വളരെയധികം ബ്രൈറ്റ് ആയിട്ടായിരിക്കും കത്തുന്നത്. അതായത് ഇത് പ്രൊഡ്യൂസ് ചെയ്യുന്ന വെട്ടെന്ന് പറയുന്നത് വളരെയധികം ബ്രൈറ്റ് ആയിരുന്നു. പെട്രോളും മണ്ണെണ്ണയൊക്കെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ വളരെയധികം ബ്രൈറ്റ് ആയിരുന്നു. അതുകൊണ്ട് തന്നെ ആ കാലത്ത് ലൈറ്റിങ്ങിന് വേണ്ടിയിട്ട് ഈ ഒരു സബ്സ്റ്റൻസ് വളരെയധികം വാല്യൂബിൾ ആയിരുന്നു. അതുമാത്രമല്ല ഈ ഒരു കാലഘട്ടം എന്ന് പറയുന്നത് ഇൻഡസ്ട്രിയൽ റെവല്യൂഷന്റെ ഒരു കാലഘട്ടമായിരുന്നു. അപ്പോൾ ഇൻഡസ്ട്രിയൽ റെവല്യൂഷൻ എന്ന് പറയുമ്പോൾ അവിടെ ഒരുപാട് മെഷീൻസും ഒരുപാട് ടെക്നോളജിയും കാര്യങ്ങളൊക്കെ ഇങ്ങനെ എമർജ് ചെയ്ത് വരുന്ന ഒരു സമയമായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ മെഷീനുകളെല്ലാം മാക്സിമം എഫിഷ്യൻസിയോടെ വർക്ക് ചെയ്യാൻ വേണ്ടി പ്രോപ്പർ ആയിട്ടുള്ള ലൂബ്രിക്കേഷൻ വേണം. ഈ ഒരു സബ്സ്റ്റൻസ് ആയിക്കോട്ടെ ഏറ്റവും ബെസ്റ്റ് ലൂബ്രിക്കന്റ് ആയിരുന്നു. അത് വളരെ നന്നായിട്ട് ഈ ലൂബ്രിക്കേഷൻ വർക്ക് ചെയ്യുമായിരുന്നു. അതോടൊപ്പം തന്നെ ഈ ഒരു സബ്സ്റ്റൻസ് എടുത്ത് കത്തിക്കുകയാണെങ്കിൽ പുക എന്ന് പറയുന്ന സംഭവമേ അവിടെ ഇല്ല. അതുമാത്രമല്ല ആ കാലഘട്ടത്തിൽ മെഷീനുകളിൽ ഉപയോഗിച്ചിരുന്ന ലൂബ്രിക്കൻസിനൊക്കെ ഏറ്റവും വലിയ കുഴപ്പം എന്താ വെച്ചാൽ അത് മഞ്ഞ് കാലങ്ങളിൽ അതല്ലെങ്കിൽ തണുപ്പുള്ള കാലങ്ങളിൽ അത് ഫ്രീസ് ചെയ്യും, അതിങ്ങനെ കട്ട പോലെ പോകും. പക്ഷേ ഈ ഒരു സബ്സ്റ്റൻസിന് അങ്ങനത്തെ ഒരു കുഴപ്പമില്ല. അത് മഞ്ഞായാലും ഏതൊരു ക്ലൈമറ്റിലും അത് ആ ഒരു ഫോമിൽ തന്നെ ഇരിക്കും, ആ ലിക്വിഡ് ഫോമിൽ തന്നെ ഇരിക്കും. അതുകൊണ്ട് തന്നെ ഈ ലോകത്തിലെ ഏറ്റവും കൂടുതൽ വാല്യൂബിൾ ആയിട്ടുള്ള ഒരു ലിക്വിഡ് ആയിരുന്നു അത്. ഒരു പക്ഷേ ലിക്വിഡ് ഗോൾഡ് എന്ന് പറയുകയാണെങ്കിൽ അത് ഇതായിരുന്നു. വേറെ അർത്ഥത്തിൽ പറയുകയാണെങ്കിൽ ഇൻഡസ്ട്രിയൽ റെവല്യൂഷനെ മുന്നോട്ട് കൊണ്ടുപോകാൻ കാരണം ഈ ഒരു സ്പീഷീസ് ആണ്. ഇത് കേൾക്കുമ്പോൾ ഇവിടെ എന്തൊക്കെയായിരിക്കും സംഭവിക്കാൻ പോകുന്നത് എന്ന് നിങ്ങൾക്ക് ഏകദേശം ഗസ് ചെയ്യാൻ പറ്റും. ഈ ഒരു സബ്സ്റ്റൻസിന് വേണ്ടി മാത്രം ഈ ലോകം മുഴുവന് കപ്പലുകളെല്ലാം ഒഴുകി തുടങ്ങി. ഇതിപ്പോ ചെറിയൊരു മീനെ പിടിക്കുന്ന ഒരു കാര്യമല്ല ഇവിടെ പറയുന്നത്. ഏകദേശം അവരുടെ ആ ഒരു കപ്പലിന്റെ അത്രയും വലിപ്പമുള്ള മീനുകളെ പിടിക്കുന്ന ഒരു പ്രതിഭാസത്തെ പറ്റിയിട്ടാണ് ഇവിടെ പറയുന്നത്. അങ്ങനെ ഏകദേശം ഒരു 100 വർഷങ്ങൾ കൊണ്ട്, അതായത് ഒരു 1800കളായപ്പോൾ ഇതിന്റെ പോപ്പുലേഷൻ, ഈ സ്പേം വെയിലിന്റെ പോപ്പുലേഷൻ എന്ന് പറയുന്നത് നേരെ പകുതിയായിട്ട് കുറഞ്ഞു. ആദ്യ കാലങ്ങളിലെല്ലാം ഒരു സ്പേം വെയിലിനെ പിടിക്കുമ്പോൾ അത് ഒരു തരത്തിലുള്ള സൗണ്ട് ഉണ്ടാക്കും. അതായത് മറ്റുള്ള സ്പേം വെയിലുകളെ ഇങ്ങനെ വോൺ ചെയ്യുകയാണെങ്കിലും വരരുതെന്ന് പറയുന്നത് വോൺ ചെയ്യുകയാണ്. അങ്ങനെ ഒരുപാട് വർഷങ്ങൾ മുന്നോട്ട് പോയപ്പോൾ സ്പേം വെയിൽസ് ഈ ഒരു ശീലവുമായിട്ട് അഡാപ്റ്റ് ആയി. അതുകൊണ്ട് തന്നെ ഒട്ടുമിക്ക സ്പേം വെയിൽസും ഇനി മുകളിലേക്ക് വരാണ്ടായി. പക്ഷെ മനുഷ്യരുടെ കൈവശമുള്ള ടെക്നോളജി ഓരോ ദിവസം ചെല്ലുന്നവരും വളരുന്നത് കൊണ്ട് തന്നെ പല രീതിയിലും ഇതിനെ പിടിക്കാൻ തുടങ്ങി. അങ്ങനെ 1800കളായപ്പോൾ ഏകദേശം ഇതിന്റെ പോപ്പുലേഷൻ പകുതിയായിട്ട് കുറഞ്ഞു. ഇവിടുത്തെ ഏറ്റവും വലിയ കുഴപ്പം എന്താ വെച്ചാൽ ഇത് സാധാരണ ജീവികളെ പോലെ പെട്ടെന്ന് റീപ്രൊഡ്യൂസ് ചെയ്ത് അത് പഴയ ഫോമിലേക്ക് ആവില്ല. അതായത് ഈ ഒരു സംഭവത്തിന്റെ സെക്ഷൽ മെച്യൂരിറ്റി ഏജ് എന്ന് പറയുന്നത് ഒരു 9 വർഷമാണ്. അതുമാത്രമല്ല ഇവയുടെ പ്രഗ്നൻസി ടൈം എന്ന് പറയുന്നത് ഏകദേശം 15 മാസങ്ങളാണ്. അപ്പോൾ ഇത് വളരെയധികം സ്ലോ ആണ് റിക്കവർ ആവാൻ വേണ്ടിയിട്ട്. ഈ വക കാര്യങ്ങളൊന്നും മനുഷ്യർക്ക് അറിയില്ല. അവർക്ക് ആകെ വേണ്ടത് പൈസ മാത്രമാണ്. അങ്ങനെ 1986 വരെ ഈ ഒരു കലാപരിപാടി തുടങ്ങിക്കൊണ്ടേയിരുന്നു. അങ്ങനെ അവസാനം അത് നിർത്തി.
ഇത്രയും വർഷങ്ങൾ കൊണ്ട് മനുഷ്യര് എത്ര സ്പേം വെയിലുകളെ കൊന്നൊടുക്കി എന്നുള്ളതിന്റെ കണക്ക് കേട്ടപ്പോൾ എനിക്ക് തന്നെ വല്ലാണ്ട് വിഷമമായി പോയി. മിനിമം 10 ലക്ഷത്തോളം സ്പേം വെയിലുകളെ കൊന്നൊടുക്കി എന്നാണ് എനിക്ക് അറിയാൻ കഴിഞ്ഞത്. ഈ ലോകത്തോട് മനുഷ്യർക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ല കാര്യമാണ് ഇപ്പൊ ചെയ്തു വെച്ചിരിക്കുന്നത്. ഒരുപക്ഷെ ഈ ലോകത്തിലുള്ള ഏറ്റവും മനോഹരമായിട്ടുള്ള ഒരു സ്പീഷീസ് ആണിത്. ഇവിടുത്തെ റിയാലിറ്റി എന്താ വെച്ചാൽ ഇതിനെപ്പറ്റി നമുക്ക് ഇതുവരെ ഒന്നും അറിയില്ല, കംപ്ലീറ്റ് ആയിട്ട് അറിയില്ല. ഇത് എപ്പോഴാണ് ഉറങ്ങുന്നത്, ഇതെങ്ങനെയാണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്, ഇത് എപ്പോഴാണ് മുകളിലേക്ക് വരുന്നത്, എപ്പോഴാണ് താഴത്തേക്ക് പോകുന്നത്, ഇതൊന്നും നമുക്കറിയില്ല. ഇതിപ്പോ അതിനെപ്പറ്റി പറഞ്ഞപ്പോഴാണ് ഈ ഒരു സംഭവം ഏകദേശം 3000 ഫീറ്റ് താഴത്തേക്ക് പോകും. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പൊ 3000 ഫീറ്റ് നമുക്ക് താഴത്തേക്ക് പോവുകയാണെങ്കിൽ അവിടുത്തെ പ്രഷർ എന്ന് പറയുന്നത് നമ്മളിപ്പോ അനുഭവിക്കുന്ന ഒരു പ്രഷർ ഇല്ലേ, 180 എന്ന് പറയുന്ന ഒരു അറ്റ്മോസ്ഫിയറിക് പ്രഷർ ഇല്ലേ, അതിന്റെ 300 ഇരട്ടിയാണ് താഴെ കിട്ടുന്നത്. കുറച്ച് നാളുകൾക്ക് മുമ്പ് ടൈറ്റാനിക്കിന്റെ അവശിഷ്ടങ്ങൾ കാണാൻ വേണ്ടി ഒരു കൂട്ടം ആൾക്കാർ കടലടിയിലേക്ക് പോയതായിട്ട് നിങ്ങൾ കേട്ടിട്ടില്ലേ? അവർക്ക് എന്താണ് സംഭവിച്ചതെന്നുള്ളത് ഈ ലോകം മുഴുവൻ അറിഞ്ഞൊരു കാര്യമാണ്. ആ ഒരു പേടകം ഇംപ്ലോഡ് ചെയ്തു, അതായത് അകത്തേക്ക് പൊട്ടിത്തെറിക്കുന്ന ഒരു സിറ്റുവേഷൻ ആണ് അവിടെ സംഭവിച്ചത്. അതിന്റെ റീസൺ ആവട്ടെ അവിടെ ഉള്ള ഇന്റൻസ് ആയിട്ടുള്ള പ്രഷറാണ്. ആ ഒരു സിറ്റുവേഷനിലാണ് ഏകദേശം ഒരു 3000 അടി താഴെ, അതായത് 300 ഇരട്ടി ഇവിടുത്തെ ഒരു പ്രഷർ. ഇപ്പോ അറ്റ്മോസ്ഫിയറിന്റെ ഒരു പ്രഷർ 300 ഇരട്ടി നിങ്ങളുടെ മേത്തേക്കിനെ ചതയ്ക്കുന്ന ഒരു അവസ്ഥ നിങ്ങളൊന്ന് ആലോചിച്ച്. അത്ര അധികം പ്രഷറാണ് അത്രയും ഡീപ്ലി ഇങ്ങനെ ഉള്ളത്. അതുമാത്രമല്ല സ്പേം വെയിൽസ് സോണാർ എന്ന് പറയുന്ന ടെക്നിക്ക് ഉപയോഗിക്കുന്നതായിട്ട് ഞാൻ പറഞ്ഞായിരുന്നു. അതിന് മെയിൻ റീസൺ എന്താ വെച്ചാൽ ഇത്രയും താഴെ കടലടിയിലേക്ക് പോകുമ്പോൾ അവിടെ പ്രകാശം എത്തില്ല, സൺലൈറ്റ് എന്ന് പറയുന്ന സംഭവം എത്താത്ത ഒരുപാട് സ്ഥലങ്ങളുണ്ട് നമ്മുടെ കടലടിയിൽ. അപ്പോൾ ഇത്രയും കൂരാക്കൂരി ഇരുട്ടിൽ ഭക്ഷണം കണ്ടെത്തുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെയധികം ഡിഫിക്കൽട്ടാണ്. അതായത് വവ്വാലുകൾ ഇരുട്ടത്ത് എങ്ങനെയാണ് ഇരയെ കണ്ടുപിടിക്കുന്നത്, അതിനോട് വളരെ സിമിലർ ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ തന്നെയാണ് സ്പേം വെയിലും ഇത്രയും താഴ്വാരങ്ങളിൽ ഭക്ഷണം കണ്ടുപിടിക്കുക എന്നുള്ളത്. അപ്പൊ അതിനു വേണ്ടിയിട്ടാണ് ഇത് നാച്ചുറലി ഒരു സോണാർ സിസ്റ്റം ഡെവലപ്പ് ചെയ്തു വന്നത്. ആ സോണാർ സിസ്റ്റം ആവട്ടെ ഈ ലോകത്തിലെ ഏറ്റവും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു നാച്ചുറൽ സോണാർ സിസ്റ്റം ആണ്. നിങ്ങളിപ്പോ ഈ കാണുന്നത് ഞാൻ നേരത്തെ കാണിച്ച സ്പേം വെയിലിന്റെ ഉൾഭാഗമാണ്, സൈഡ് വ്യൂ ആണ്. സ്പേം വെയിലുകൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് ഒരു തരത്തിലുള്ള ക്ലിക്കിംഗ് പോലത്തെ സൗണ്ട് ആണെന്നുള്ള ഒരു കാര്യം നിങ്ങൾക്ക് മനസ്സിലായി വിചാരിക്കുന്നു. ആ സൗണ്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നതാവട്ടെ ഇതിന്റെ നേസൽ കാവിറ്റിയുടെ സ്റ്റാർട്ടിങ്ങിലാണ്. ഇപ്പൊ ഞാനിപ്പോ ആരോ മാർക്ക് ഇട്ട് കാണിച്ചു തരാം. ഇവിടെ നിന്നാണ് ശരിക്കും ആ ഒരു സൗണ്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഈ സൗണ്ട് നേരെ മുന്നോട്ടല്ല യാത്ര ചെയ്യുന്നത്, പകരം പുറയിലേക്കാണ് യാത്ര ചെയ്യുന്നത്. അതായത് ഈ വലിയ ബലൂൺ പോലത്തെ ഒരു കാവിറ്റിയുടെ അകത്തോടെ യാത്ര ചെയ്യുന്നത്. അങ്ങനെ ഈ സൗണ്ട് വേവ് പുറയിലൂടെ യാത്ര ചെയ്ത് ഈ കാണുന്ന ഈ ഒരു മസിലിൽ പോയിടിക്കും. എന്നിട്ട് അത് അവിടുന്ന് റിഫ്ലക്ട് ചെയ്തിട്ട് അടിയിൽ കാണുന്ന ഒരു ലെൻസ് പോലത്തെ, ഒരു അക്കോസ്റ്റിക് ലെൻസ് പോലത്തെ ഒരു സെറ്റപ്പ് ഉണ്ട്. അപ്പോൾ ഇതിന്റെ അകത്തോടെ ഇങ്ങനെ പാസ് ചെയ്യുമ്പോഴാണ് ഇതിൽ നിന്ന് പ്രൊഡ്യൂസ് ചെയ്യുന്ന ആ ഒരു ചെറിയ സൗണ്ട് ആംപ്ലിഫൈ ചെയ്ത് വലിയൊരു സൗണ്ടായിട്ട് മാറുകയും ഈ പറയുന്ന 230 ഡെസിബിൾ ആയിട്ട് മാറുകയും ചെയ്യുന്നത്. അതായത് ഈ ലോകത്തിലെ ഏറ്റവും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു നാച്ചുറൽ അക്കോസ്റ്റിക് സിസ്റ്റം ആണ് നിങ്ങളിപ്പോൾ ഈ കാണുന്നത്. മനുഷ്യര് സ്പേം വെയിലുകൾ ഇത്രയധികം ഉപദ്രവിക്കാൻ കാരണക്കാരനായ ആ ഒരു ഓയിൽ ഉണ്ടാക്കുന്ന ആ ഒരു ഗ്ലാൻഡിന്റെ പേര് സ്പെർമസിറ്റി ഗ്ലാൻഡ് എന്നാണ്. അതുമാത്രമല്ല ഒരു അഡൾട്ട് സ്പേം വെയിലിന്റെ തലയ്ക്കകത്ത് ഏകദേശം 1 ടണ്ണോളം ഓയിൽ ഉണ്ട്. അപ്പോൾ എന്തോരു ഈൽഡാണ് കിട്ടുന്നത് എന്നുള്ളൊരു കാര്യം നമുക്ക് അതിൽ നിന്ന് തന്നെ മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ എന്തുകൊണ്ടാണ് ഇതിന്റെ പുറകെ ആൾക്കാർ മുഴുവനും പോയെന്നുള്ളൊരു കാര്യം ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അതും ഇത് ഇത്ര അധികം ആഴത്തിലോട്ട് പോകുന്നത് കൊണ്ട് തന്നെ അവിടെ ഓക്സിജന്റെ ഇമ്പോർട്ടന്റ് വളരെയധികം കൂടുതലാണ്. ഈ ലോകത്തിലെ ഏറ്റവും കൂടുതൽ ഹീമോഗ്ലോബിൻ കണ്ടന്റ് ഉള്ള ഒരു സ്പീഷീസ് ആണ് സ്പേം വെയിൽ എന്ന് പറയുന്നത്. അതുമാത്രമല്ല സ്പേം വെയിലിന്റെ മസിൽസിൽ മയോഗ്ലോബിൻ എന്ന് പറയുന്ന ഒരു സംഭവമുണ്ട്. ഈ മസിൽ ആയിക്കോട്ടെ ഈ സ്പേം വെയിലിന്റെ ശരീരം മുഴുവനും ഈ ഒരു സംഭവമാണ്. അപ്പോൾ ഇതിന്റെ ഇമ്പോർട്ടൻസ് എന്താ വെച്ചാൽ ഇത് ഓക്സിജൻ സ്റ്റോർ ചെയ്യും. ഈ ഒരു സംഭവത്തിനകത്ത് ഓക്സിജൻ സ്റ്റോർ ചെയ്യും. അതിന്റെ മീനിങ് എന്താ വെച്ചാൽ സ്പേം വെയിലിന്റെ ശരീരം മുഴുവനും ഓക്സിജൻ ക്യാരി ചെയ്യുന്ന ഒരു സംഭവമാണ്. അതിനോടൊപ്പം തന്നെ ഇതിന്റെ ഹാർട്ട് ബീറ്റ് സർഫസിൽ നിൽക്കുമ്പോൾ ഒരു 60 ബീറ്റ്സ് പെർ മിനിറ്റ് ആണെങ്കിൽ അത് കേവലം ഒരു 10 ബീറ്റ് പെർ മിനിറ്റ് ആയിട്ട് കുറയ്ക്കാൻ പറ്റും. അപ്പോൾ ഇതിനൊക്കെ ഇമ്പോർട്ടൻസ് എന്താ വെച്ചാൽ താഴേക്ക് പോകും തോറും, അതായത് ഈ ഡെപ്തിലേക്ക് ഇങ്ങനെ പോകും തോറും അവിടെ ഓക്സിജൻ എന്ന് പറയുന്നത് വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. അപ്പോൾ ഈ ഓക്സിജൻ ശരീരത്തിൽ റീറ്റെയിൻ ചെയ്യിക്കാൻ വേണ്ടിയിട്ട് ശരീരത്തിൽ ആവശ്യമില്ലാത്ത ഓർഗൻസ് എല്ലാം ഇത് ഷട്ട് ഡൗൺ ചെയ്യും, കംപ്ലീറ്റ്ലി ഓഫ് ചെയ്തിടും. ഇതിന് സർവൈവ് ചെയ്യാൻ വേണ്ട ചെറിയ ചെറിയ കാര്യങ്ങൾ മാത്രമാണ് ഇതിനകത്ത് വർക്ക് ചെയ്യുള്ളൂ. അതുമാത്രമല്ല എവിടെയൊക്കെ ഓക്സിജൻ സ്റ്റോർ ചെയ്യാൻ കഴിയുമോ അവിടെയെല്ലാം ഇത് ഓക്സിജൻ സ്റ്റോർ ചെയ്യുകയും ചെയ്യും. അതായത് വെൽ എഞ്ചിനീയർഡ് ആയിട്ടുള്ള ഒരു നാച്ചുറൽ എവല്യൂഷൻ ഡിസൈൻ ആണ് ശരിക്കും സ്പേം വെയിൽ എന്ന് പറയുന്നത്. വളരെയധികം അണ്ടർ റേറ്റഡ് ആയിട്ടുള്ള ഒരു ആനിമൽ സ്പീഷീസും കൂടിയാണ് ഇത്. പക്ഷേ ഇത്ര അധികം കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു സ്പീഷീസ് ആയിട്ട് പോലും നമ്മളെപ്പോലെ ചിന്തിക്കാനും സ്നേഹിക്കാനും ഫാമിലിനെ കൊണ്ടുനടക്കാനും ഒരു ലാംഗ്വേജ് സിസ്റ്റം ഉള്ള അങ്ങനെയുള്ള ഒരു സ്പീഷീസ് ആയിട്ട് പോലും നമ്മൾ ഇതിനെ വളരെയധികം കാലമായിട്ട് ഉപദ്രവിച്ചിട്ട് പോലും ഈ ഒരു സംഭവം മനുഷ്യനെ ഇപ്പോഴും ഉപദ്രവിക്കില്ല.
പകരം ഈ ഒരു സ്പീഷീസ് നമ്മളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനും നമ്മളുമായിട്ട് ഇന്ററാക്ട് ചെയ്യാനാണ് ശ്രമിച്ചിരിക്കുന്നത്. അതായത് കണ്ടാൽ ഒരു ഭീകര ലുക്കുന്നേ ഉള്ളൂ, പക്ഷെ പാവം പിടിച്ചൊരു ജീവിയാണിത്. അതിനെ നമ്മൾ കൊല്ലാക്കൊല ചെയ്ത് അതിന് എക്സ്റ്റൻഷന്റെ ആ ഒരു വക്ക് വരെ എത്തിച്ചു എന്നുള്ളൊരു കാര്യമാണ് ഇവിടുത്തെ വാസ്തവം. എന്നിട്ട് പോലും ഈ ഒരു സംഭവത്തിന് നമ്മളോട് യാതൊരു രീതിയിലുള്ള ദേഷ്യവും വിദ്വേഷവും ഒന്നുമില്ല. ഈ പ്രകൃതി എന്ന് പറയുന്നത് വളരെയധികം അണ്ടർ റേറ്റഡ് ആയിട്ടുള്ള ഒരു സംഭവമാണ്. മനുഷ്യരുടെ സ്വാർത്ഥമായിട്ടുള്ള സംഭവത്തിന് പൈസയ്ക്കും അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഈ പ്രകൃതിനെ പല രീതിയിലും നമ്മൾ ഉപയോഗിക്കാറുണ്ട്, പല രീതിയിലും ഡിസ്ട്രോയ് ചെയ്യാറുണ്ട്. അതിന്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതും ഏറ്റവും വലിയ ഒരു ഡിസ്ട്രക്ഷൻ ആണ് ഞാനിപ്പോൾ ഈ വീഡിയോയിൽ പറഞ്ഞത്. അതുകൊണ്ടാണ് പല ആൾക്കാരും പറയുന്നത് ഈ ലോകത്തിലെ ഏറ്റവും ഡേഞ്ചറസ് ആയിട്ടുള്ള സ്പീഷീസ് മനുഷ്യരാണ്, നമ്മളാണ്. അപ്പോൾ നല്ലൊരു ടോപ്പിക്കായിട്ട് ഇനി അടുത്ത വീഡിയോ കാണാം.